Hi all, welcome to ASAP Learning. നമ്മുടെ CA പർവം എന്ന് പറയുന്ന സീരീസിൻ്റെ 5ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട വേദികളെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ബ്രിക്സ് സമ്മിറ്റ്, കാലാവസ്ഥ ഉച്ചകോടി, G7 ഉച്ചകോടി, G20 ഉച്ചകോടി, ഇത്തരം സമ്മിറ്റുകളെക്കുറിച്ച് പലപ്പോഴും അതിൻ്റെ വേദികളെക്കുറിച്ച് പലപ്പോഴും ചോദിക്കാറുണ്ട്. സോ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത്തരം വേദികളെക്കുറിച്ചാണ്. ഈ പ്രധാനപ്പെട്ട 4 സംഘടനകളുടെ കഴിഞ്ഞ വർഷങ്ങളിലെയും വരാൻ പോകുന്ന സമ്മിറ്റുകളുടെയും വേദികൾ ഏതൊക്കെ രാജ്യങ്ങളാണ്, ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്റ്റുകളും ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു CA ടോപ്പിക്കാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് വർഷങ്ങൾ മനസ്സിലിരുത്തി, സ്ഥലങ്ങൾ മനസ്സിലിരുത്തി പഠിക്കുക. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ 5 രാജ്യങ്ങൾ അല്ലേ, 5 സ്ഥാപക അംഗങ്ങളായുള്ള ബ്രിക്സ്. ഓക്കെ, സൗത്ത് ആഫ്രിക്ക 2010 വരുന്നത്. എന്നാലും ബ്രിക്സിൻ്റെ സ്ഥാപക അംഗങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് 5 രാജ്യങ്ങളാണ്. ആ ഒരു ബ്രിക്സിലെ ഓരോ ലെറ്റേഴ്സും സൂചിപ്പിക്കുന്ന 5 രാജ്യങ്ങൾ: ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഈ 5 രാജ്യങ്ങളാണ് ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ നിലവിലെ ബ്രിക്സിൻ്റെ ആ ഒരു അംഗസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 നിലവിൽ 10 അംഗങ്ങളാണ് ബ്രിക്സിലുള്ളത് കേട്ടോ. ഏറ്റവും ഒടുവിലായിട്ട് ബ്രിക്സിൽ അംഗമായിട്ടുള്ള രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയാണ്. നിലവിൽ 10 അംഗങ്ങളാണ് ബ്രിക്സിൽ ഉള്ളത്. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് ബ്രിക്സിൽ ജോയിൻ ചെയ്ത രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് കേട്ടോ. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഈ ബ്രിക്സ് ഉച്ചകോടിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്നത് ബ്രിക്സിൻ്റെ 2024 അതായത് 16ാമത്തെ ഉച്ചകോടി, ബ്രിക്സിൻ്റെ 16ാമത്തെ ഉച്ചകോടി 2024 നടക്കുന്നത് റഷ്യയിലെ കസാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? റഷ്യയിലെ കസാനിലാണ്. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് റഷ്യയിലെ കസാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. 2025 17ാമത് ബ്രിക്സ് സമ്മിറ്റ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 2026 ബ്രിക്സ് സമ്മിറ്റ് നടക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഇന്ത്യയിലാണ്. ഓക്കെ, 18ാമത് ബ്രിക്സ് ഉച്ചകോടി 2026 നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ബ്രിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 സ്ഥാപക അംഗങ്ങളാണ് അതിലുള്ളത്. ബ്രിക്സിൽ ഓരോ ലെറ്റേഴ്സും, ബ്രിക്സ് എന്ന് പറയുമ്പോൾ B ഫോർ ബ്രസീൽ, R ഫോർ റഷ്യ, I ഫോർ ഇന്ത്യ, C ഫോർ ചൈന, S ഫോർ സൗത്ത് ആഫ്രിക്ക. പക്ഷേ നിലവിൽ 10 അംഗങ്ങളാണ് ബ്രിക്സിലുള്ളത്. അതിൽ ഏറ്റവും ഒടുവിലായിട്ട് അംഗമായത് ഇന്തോനേഷ്യയാണ്. ഇനി 2024 ബ്രിക്സിൻ്റെ വേദി, 16ാമത് ഉച്ചകോടിയുടെ വേദി റഷ്യയിലെ കസാനായിരുന്നു. 2025 ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് നടന്നത്. 2026 നടക്കാൻ പോകുന്നത്, ഈ വർഷം നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ COP29 എന്ന് പറയുമ്പോൾ കാലാവസ്ഥ ഉച്ചകോടിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ COP13 2025 നടന്നിട്ടുള്ളത്. സോ COP29 ഈ ഫിഗറിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ 2023 തൊട്ടൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. 2023 എന്ന് പറയുന്നത് COP28 ആയിരുന്നു. COP28 ആയിരുന്നു. സോ 2023 COP28 കാലാവസ്ഥ ഉച്ചകോടി. ഓക്കെ, കാലാവസ്ഥ 2023 കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ദുബായിലാണ്. UAE ദുബായിലാണ് 2023 കാലാവസ്ഥ ഉച്ചകോടി നടന്നിട്ടുള്ളത്. ഓക്കെ, 2024 കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ബാക്കു അതായത് COP29 സമ്മിറ്റ് നടന്നത് എവിടെയാണ്? ബാക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസർബൈജാന്റെ ക്യാപിറ്റൽ ആണ്. ഓക്കെ, അസർബൈജാന്റെ ക്യാപിറ്റൽ ആണ്. ഈ ചിത്രത്തിൽ കാണുന്നുണ്ടാവും COP29 ബാക്കു അസർബൈജാന്റെ ക്യാപിറ്റൽ ആണ്. സോ അവിടെയാണ് COP29 സമ്മിറ്റ് 2024 നടന്നത്. ഓക്കെ, ഇനി 2025 സമ്മിറ്റ് നടക്കുന്നത് COP13 നടന്നത് എവിടെയാണ്? അത് ബ്രസീലിലെ ബേലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ബ്രസീലിലെ ബേലം എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്.
ബ്രസീലിലെ ഭേലം എന്ന് പറയുന്ന സ്ഥലത്താണ് കോപ്പ് 30 അഥവാ 2025 കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ഉച്ചക്കോടി ഭേലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി 2026 കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത് അന്റാലിയ, അതായത് തുർക്കിയിലെ അന്റാലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് കോപ്പ് 31 2026 കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത്. ഓക്കെ, സോ ഞാൻ ദുബായ് പറഞ്ഞിട്ടുണ്ട്. 2023 യു എയിലെ ദുബായിൽ, 2024 അസർബൈജാന്റെ ക്യാപിറ്റലായ ബാക്കു, 2025 കഴിഞ്ഞ വർഷം ബ്രസീലിലെ ഭേലം എന്ന് പറയുന്ന സ്ഥലത്ത്, 2026 എവിടെയാണ്? തുർക്കിയിലെ അന്റാലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് G7, അതായത് ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളുടെ ഒരു കൂട്ടായ്മയാണ് G7 എന്ന് പറയുന്നത്. സോ നമ്മൾ 2024 തൊട്ടുള്ള G7 ഉച്ചകോടികളുടെ വേദി ഒന്ന് പറയാണ്. സോ 2024 G7 ഉച്ചകോടി എന്ന് പറയുന്നത് 50ാമത് G7 ഉച്ചകോടിയായിരുന്നു. 2024 G7 ഉച്ചകോടി എന്ന് പറയുന്നത് 50ാമത് G7 ഉച്ചകോടിയായിരുന്നു. സോ അതിന്റെ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിലെ അബുലിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. 2024 G7 ഉച്ചകോടി നടന്നത്. 50ാമത് 2024 G7 ഉച്ചകോടി നടന്നത് ഇറ്റലിയിലെ അബുലിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി 2025 G7 ഉച്ചകോടി നടന്നത് കാനഡയിലെ കനാൻസ്കിസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കാനഡയിലെ കനാൻസിസ് എന്ന് പറയുന്ന സ്ഥലത്താണ് 2025 എന്ത് നടന്നത്? G7 ഉച്ചകോടി നടന്നത്. ഇനി 2026 അടുത്ത വർഷം G7 ഉച്ചകോടി നടക്കുന്നത് എവിയൻ ലെസ് ബെയിൻ എന്ന് പറയുന്ന ഫ്രാൻസിലെ സ്ഥലത്താണ്. ഓക്കെ, എവിയൻ ലെസ് ബെയിൻ എന്ന് പറയുന്ന ഫ്രാൻസിലാണ് 2026 G7 ഉച്ചകോടി, ലോകത്തിലെ സാമ്പത്തിക ശക്തികളുടെ ഉച്ചകോടിയായ 52ാമത് 26ന്റെ ഇരട്ടിയല്ലേ 56. സോ 2026 52ാമത് G7 ഉച്ചകോടി നടക്കുന്ന എവിടെയാണ്? ഫ്രാൻസിലാണ്. 25 നടന്നത് കാനഡയിലാണ്, കനാൻസിസ് ആണ് സ്ഥലം എന്ന് പറയുന്നത്. ഇനി 2024 നടന്നത് എവിടെയാണ്? ഇറ്റലിയിലെ അബുലിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഓക്കെ, അപ്പൊ G7 ഉച്ചകോടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് G20 ഉച്ചകോടിയെ കുറിച്ചാണ്. G20 ഉച്ചകോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വികസിച്ച രാജ്യങ്ങളും വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെയും കൂട്ടായ്മയാണ് G20 എന്ന് പറയുന്നത്. സോ G20 ഉച്ചകോടികളുടെ വേദിയാണ് നമ്മൾ പറയുന്നത്. G20 ഉച്ചകോടികളുടെ വേദിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ G20 ഉച്ചകോടികളുടെ വേദി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 2023 തൊട്ട് പറയാൻ തുടങ്ങുകയാണ്. അതിനു മുൻപ് ഈ G20 ഉച്ചകോടി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം. 21 മെമ്പേഴ്സ് ആണ് ആക്ച്വലി G20 21 മെമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് 19 രാജ്യങ്ങളും 2 യൂണിയനുകളും, ഒന്ന് യൂറോപ്യൻ യൂണിയൻ, മറ്റൊന്ന് ആഫ്രിക്കൻ യൂണിയൻ. ഇങ്ങനെയാണ് നമ്മുടെ G20യുടെ സ്ട്രക്ചർ വരുന്നത്. 21 മെമ്പേഴ്സ് ആണ് G20 ഓക്കെ, 19+2 ആണ് ഇതിൻ്റെ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. 19 രാജ്യങ്ങളും 2 യൂണിയനും. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് 27 രാജ്യങ്ങൾ അടങ്ങിയിട്ടുള്ള യൂണിയനാണ്. ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 രാജ്യങ്ങൾ അടങ്ങിയ യൂണിയനാണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് G20യുടെ സ്ട്രക്ചർ. G20 21 മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ, 19 രാജ്യങ്ങളും 2 യൂണിയനുകളും. ഓക്കെ ആണല്ലോ. ഇനി 2023 G20 ഉച്ചകോടി നടന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഓക്കെ, ഇന്ത്യയിലാണ് G20 ഉച്ചകോടി 2023 നടന്നത്. ഇനി 2024 G20 ഉച്ചകോടി നടന്നത് ബ്രസീലിലാണ്. 2024 G20 ഉച്ചകോടി നടന്നത്. ഇനി കഴിഞ്ഞ വർഷം 2025 G20 ഉച്ചകോടി നടന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഓക്കെ, ദക്ഷിണാഫ്രിക്കയിലാണ് 2025 G20 ഉച്ചകോടി നടന്നത്. ഇനി 2026 നടക്കാൻ പോകുന്നത് 2026 G20 ഉച്ചകോടിയുടെ വേദി അമേരിക്കയാണ്, US. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യ ആയതുകൊണ്ടാണ് 2023 തൊട്ടേ പറഞ്ഞു വന്നത്. 2023 G20 ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യയാണ്. ഓക്കെ, അതുപോലെ തന്നെ 2024 ബ്രസീലാണ്, 2025 സൗത്ത് ആഫ്രിക്കയാണ്, 2026 അമേരിക്കയാണ് G20 ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ.
അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ലോകത്തിലെ 4 ഉച്ചകോടികൾ G7, G20, ബ്രിക്സ്, അതുപോലെ തന്നെ കാലാവസ്ഥാ സമ്മേളനം, ഇങ്ങനെ ഈ 4 പ്രധാനപ്പെട്ട ഉച്ചകോടിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതിന് വേദിയായ രാജ്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾ നോട്ട് എഴുതി പഠിക്കുക. കൃത്യമായിട്ട് ഓരോ രാജ്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. സോ നമ്മൾ ഈ G20, G7, അതുപോലെ തന്നെ ബ്രിക്സ്, കാലാവസ്ഥ ഉച്ചകോടി, ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വേദികൾ പഠിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട PSC പരീക്ഷയിൽ ചോദിച്ച 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി അഥവാ ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? എവിടെയാണ്? 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COP29 ആണ്. അതിൻ്റെ വേദി എവിടെയാണ്? അസർബൈജാനിലെ ബാക്കു ആണ് അല്ലേ? അസർബൈജാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബാക്കു ആണ്. ദുബായ് ഏത് വർഷമായിരുന്നു? 2023 ദുബായ് വേദിയായത് കാലാവസ്ഥ ഉച്ചകോടിക്ക്. ഇത് സെയിൽസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ 174/2025 സെയിൽസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അടുത്തത് 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. സോ 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാനിലായിരുന്നു. നമ്മളത് പറഞ്ഞതാണ്. 17ാമത് ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ്? അത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് നമ്മുടെ ഇന്ത്യയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസിസ്റ്റന്റ് ടൈം കീപ്പർ 125/2025 പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. കൃത്യമായിട്ട് ഓരോ സമ്മിറ്റുകളുടെയും വേദികൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമ്മുടെ CA പർവം എന്ന് പറയുന്ന സീരീസിൻ്റെ 5ാമത്തെ ക്ലാസ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂളായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഏറ്റവും ലളിതമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ ലഭ്യമാകുന്ന ക്ലാസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 10ാം ക്ലാസ്, +2, ഡിഗ്രി ലെവൽ, അതുപോലെ തന്നെ ടീച്ചിങ് എക്സാംസ് എന്നീ പരീക്ഷകൾക്ക് വേണ്ടി, PSC പരീക്ഷകൾക്ക് വേണ്ടി, SSC അതുപോലെ തന്നെ CSEB പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഓക്കെ, ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ്. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്. ഇനി ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ സൗകര്യമുണ്ട്. ഏതാണ് നിങ്ങളുടെ താല്പര്യം, അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ് അതനുസരിച്ച് പഠിക്കാൻ കഴിയുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട CA ഹോട്ട് ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.